കർത്താവിന് മഹത്വം. എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് വളരെ പ്രയോജനകരമായ ഒരു വിഷയം, കഷ്ടങ്ങളാൽ രൂപാന്തരപ്പെടുന്ന ജീവിത അനുഭവം എന്നൊരു വിഷയമാണ് ഇവിടെ സംസാരിക്കാൻ ദൈവസ്ഥലിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ വിഷയം സംസാരിക്കുമ്പോൾ കഷ്ടങ്ങളിൽ കൂടി കടന്നു പോകുന്ന യഥാർത്ഥ ദൈവ മക്കൾക്ക് ഒരാശ്വാസവും സമാധാനവും ലഭിക്കും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം. ആ വാക്യത്തിൽ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്: നൊടിനേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യകനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. കാണുന്നതിനെ അല്ല, കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം കഷ്ടങ്ങൾ കൂടി രൂപാന്തരപ്പെടുത്തുന്ന ജീവിതം എന്നുള്ളതാണ്. ഒരു ദൈവ പൈതലിനെ, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസി എന്ന് പറയുമ്പോൾ സമർപ്പണമുള്ള, ദൈവ സന്നിധിയിൽ വിശ്വാസമുള്ള, കർത്താവിനെ സ്നേഹിക്കുന്ന, ആ നിലയിൽ ദൈവ ആശ്രയമുള്ള ഒരു ദൈവ പൈതലിന്റെ കാര്യമാണ്. അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് അവർക്ക് ദൈവം നൽകിയിട്ടുള്ള വലിയ ഒരു അനുഗ്രഹമാണ് ക്രിസ്തുയേശുവിൽ വിശ്വസിക്കുവാൻ മാത്രമല്ല, അവന് വേണ്ടി കഷ്ടം സഹിപ്പാൻ കൂടെ നമുക്ക് വരം നൽകപ്പെട്ടിരിക്കുന്നു എന്നുള്ള ആ ചിന്ത. എല്ലാ ദൈവമക്കളും കർത്താവിൽ ആശ്രയിക്കുന്നവരെ സംബന്ധിച്ച് അവർക്ക് ഈ നിലയിലുള്ള കഷ്ടതകൾ ദൈവം അനുവദിക്കാറുണ്ട്. ആ കഷ്ടതകൾ വാസ്തവത്തിൽ നമ്മെ രൂപാന്തരപ്പെടുന്ന കഷ്ടതകളായി തീരുന്നുണ്ട്. 3 വിഷയങ്ങളാണ് ഈ ബന്ധത്തിൽ ഇന്ന് ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ദൈവം കഷ്ടതകളെ നമ്മുടെ സ്വഭാവ രൂപീകരണത്തിന് ഉപകരണമായി ഉപയോഗിക്കുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും സ്വഭാവ രൂപീകരണത്തിന് മുഖാന്തരമായി ജീവിതത്തിലെ കഷ്ടതകളെ ദൈവം ഉപയോഗിക്കുന്നു. 2, ദൈവം നമ്മുടെ ജീവിതത്തിലെ കഷ്ടതകളെയും സാഹചര്യങ്ങളെയും എന്ത് ചെയ്യുന്നു? ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ നമ്മെ പ്രാപ്തരാക്കി തീർക്കുന്നു. 3, ജീവിത സാഹചര്യങ്ങളും പ്രശ്നങ്ങളും വാസ്തവത്തിൽ നാം നമ്മിലേക്ക് തന്നെയല്ല, ദൈവത്തിങ്കിലേക്ക് തന്നെ നോക്കുവാൻ നമ്മെ പ്രാപ്തിപ്പെടുത്തുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ ധനനായ പൗലോസ് ഇങ്ങനെ പറയുകയാണ്: നൊടിനേരത്തേക്കുള്ള ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യ കനം ലഭിക്കുവാൻ ഹേതുകമാകുന്നു. പൗലോസിന്റെ സ്വന്തം ജീവിതം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ കഷ്ടങ്ങൾ കൂടി കടന്നുപോയ, വിവിധങ്ങളായ സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾ കൂടി കടന്നുപോയ, എല്ലായ്പ്പോഴും തന്റെ ജീവിതം അസ്വസ്ഥമായിക്കൊണ്ടിരിക്കുന്ന നിലയിൽ ഉള്ള പ്രയാസങ്ങൾ കൂടി കടന്നുപോയ ഒരു ജീവിതമായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. വാസ്തവത്തില് ഈ കഷ്ടതയുടെ തീച്ചുളയിലാണ് ദൈവം നമ്മുടെ ജീവിതത്തിലെ ദൈവഭക്തിയുടെ ആ സ്വർണ്ണ സമാനമായ, തങ്ക സമാനമായ അനുഭവത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുവരുന്നത്. സ്വർണം വാസ്തവത്തില് കീടങ്ങളെല്ലാം നീക്കപ്പെട്ട് ഏറ്റവും ശുദ്ധി ചെയ്ത് കൊള്ളാകുന്ന അല്ലെങ്കിൽ വിലപിടിപ്പുള്ള തങ്കമായി അത് മാറുമ്പോൾ അത് പല പ്രാവശ്യം തീയിൽ കൂടി ശോധന ചെയ്താണ് അങ്ങനെ വിലപ്പെട്ട ലോഹമായി മാറ്റപ്പെടുന്നത്. വാസ്തവത്തില് ദൈവം അനുവദിക്കുന്ന ജീവിതത്തിലെ കഷ്ടതയുടെ മൂശിയിൽ കൂടെ നാം കടന്നു പോകുമ്പോൾ അങ്ങനെ ആ അനുഭവം എന്ത് ചെയ്യുന്നു? നമ്മുടെ ജീവിതത്തിൽ ദൈവഭക്തിയെ ശുദ്ധീകരിക്കപ്പെട്ട നിലയിൽ ദൈവത്തിന് കൊള്ളാകുന്ന ദൈവഭക്തിയുള്ള ഒരാളാക്കി നമ്മെ രൂപാന്തരപ്പെടുന്ന പ്രോസസ്സായി ദൈവം അതിനെ വിധേയപ്പെടുത്തുന്നു. ദൈവം നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രശ്നങ്ങളും അനുവദിക്കുമ്പോൾ ആ പ്രശ്നങ്ങളുടെ പിറകിൽ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. വാസ്തവത്തില് നമുക്ക് ഈ ജീവിതത്തിൽ ഒരു പ്രശ്നവുമില്ലാത്ത ഏക സ്ഥലം എന്ന് ഞാൻ കണ്ടിട്ടുള്ളത്, ഞാൻ സാധാരണ പറയാറുള്ളത് സെമിട്രിയാണ്. വേർ എവരിബഡി ഈസ് സ്ലീപ്പിംഗ്. അവിടെ എല്ലാവരും നിദ്രയിലാണ്. ബാക്കി ജീവനുള്ള ആളിലുള്ള എല്ലാ ഇടങ്ങളിലും വിവിധങ്ങളായ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ പ്രശ്നങ്ങൾ ജീവിതത്തിലുണ്ടാകുമ്പോൾ ആ പ്രശ്നങ്ങളുടെ മൂശയിൽ കൂടി, പരിശോധനയുടെ മൂശയിൽ കൂടി നമ്മുടെ സ്വഭാവത്തെ രൂപാന്തരപ്പെടുത്തി ദൈവഭക്തിയിൽ നമ്മെ, ദൈവഭക്തിയാകുന്ന തനിത്തങ്ക ജീവിതാനുഭവത്തിലേക്ക് ദൈവം നമ്മെ കൂട്ടിക്കൊണ്ടുവരുന്നു. അതായത് ഞാൻ കഷ്ടതയിലായിരുന്നത് എനിക്ക് ഏറ്റവും ഗുണകരമായി എന്ന് ദാവീദും പറയുന്നത് ഒരു സങ്കീർത്തനം നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഗോഡ് യൂസസ് സർക്കംസ്റ്റൻസസ് ടു ഡെവലപ്പ് അവർ ക്യാരക്ടർ. നമ്മുടെ സ്വഭാവത്തെ രൂപപ്പെടുത്തുവാൻ ജീവിതത്തിൽ കഷ്ടതകളെ ദൈവം
പലപ്പോഴും അനുവദിക്കാറുണ്ട്. അവിടെ വാസ്തവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, വി ആർ നോട്ട് സപ്പോസ് ടു ബി ക്യാപ്ചേർഡ് ബൈ സർക്കംസ്റ്റൻസസ് അണ്ടു ഫെയിലിയർ. ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് എന്ത് ചെയ്യരുത്, പിടിക്കപ്പെട്ടവരായി ഒരിക്കലും, അല്ലെങ്കിൽ അപഹരിക്കപ്പെട്ടവരായി ഒരിക്കലും നമ്മൾ പരാജയപ്പെട്ടു പോകരുത് എന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഗോഡ് മേക്സ് സർക്കംസ്റ്റൻസസ് ടു മേക്ക് us like Jesus, then he depends on our reading the Bible. അപ്പോൾ വാസ്തവത്തിൽ നാം വേദപുസ്തകം വായിക്കുക എന്നുള്ളത് മാത്രമല്ല, ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപരാക്കി നമ്മെ രൂപാന്തരപ്പെടുത്തുന്ന ദൈവപ്രവൃത്തിക്കായി ദൈവം നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങളെ പലപ്പോഴും മുഖാന്തരമായി ഉപയോഗിക്കാറുണ്ട്. ഓരോ ജീവിത സാഹചര്യങ്ങളും ചിലത് വളരെ പരുക്കനാണ്, ചിലത് നമുക്ക് അസഹനീയമായ അസ്വസ്ഥത ഉളവാക്കുന്നതാണ്, ചിലത് ഒരു നിലയിലും ഹോൾഡ് ചെയ്യാൻ കഴിയാത്തതാണ്, ചിലത് നമുക്ക് ദൈവത്തെ പോലും തള്ളിപ്പറഞ്ഞു പോകണം എന്നുള്ള പ്രേരണ ലഭിക്കത്തക്ക നിലയിലുള്ള പ്രയാസങ്ങളോട് കൂടിയതാണ്. പക്ഷെ ഈ സാഹചര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു, ദൈവം തന്റെ പുത്രനോട് നമ്മെ അനുരൂപരായി രൂപാന്തരപ്പെടുത്തുന്നതിന് വേണ്ടി ദൈവം ഉപയോഗിക്കാറുണ്ട്. വാസ്തവത്തിലെ ഒരു ദിവസത്തിന്റെ 24 മണിക്കൂറും വിവിധ നിലയിലുള്ള സാഹചര്യങ്ങളെ നാം അഭിമുഖീകരിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അബ്രഹാമിനെ കുറിച്ച് പഠിക്കുമ്പോൾ അവന്റെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളാണ് അവനെ മിസ്രൈമിലേക്ക് അയച്ചത്. പെട്ടെന്ന് അവന്റെ ജീവിതത്തില് സമൃദ്ധിയിലിരുന്ന അബ്രഹാമിന്റെ ജീവിതത്തില് ഒരു ക്ഷാമമുണ്ടായി. ആ ക്ഷാമം അവന് ഹോൾഡ് ചെയ്യാൻ കഴിയാതെ വന്നു. ഹി വെന്റ് ഡൗൺ ടു ഈജിപ്റ്റ്. അവന് മിസ്രൈമിലേക്ക് പോയി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പഠിപ്പിക്കുമ്പോൾ ഇപ്രകാരം പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. പലവിധമായ കഷ്ടങ്ങളാണ് ഓരോ വിശ്വാസിക്കും ഉള്ളത്. ഒരു ദൈവദാസൻ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, എ ഗോഡ്ലി ക്രിസ്ത്യൻ ലൈഫ് ഈസ് എ സീരീസ് ഓഫ് പ്രോബ്ലംസ്. വാസ്തവം ദൈവദത്തമായ ദൈവഭക്തിയുള്ളൊരു ജീവിതം പറഞ്ഞാൽ നിരവധി കഷ്ടങ്ങളുടെ പരമ്പരകളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് ഈസ് എ സീരീസ് ഓഫ് പ്രോബ്ലംസ്. നിരവധി ഈ പ്രയാസങ്ങളുടെ, പ്രശ്നങ്ങളുടെ പരമ്പരയാണ് ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ വാസ്തവത്തില് എവറി ടൈം യു സോൾവ് വൺ അനദർ വിൽ ബി ഓൺ ദ ലൈൻ. അതാണ് സംഭവിക്കുന്നത്. ഒരു പ്രശ്നം നമ്മൾ ജീവിതത്തിൽ പരിഹരിച്ചു കഴിഞ്ഞു കഴിയുമ്പോൾ അടുത്ത പ്രശ്നം ക്യൂവിൽ നിൽക്കുക. നമ്മൾ ചിന്തിക്കും എന്റെ പ്രശ്നം തീർന്നു എന്ന് ചിന്തിച്ചാൽ തീർന്നല്ല, ഇറ്റ് കീപ്പ് ഓൺ ഗോയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സാഹചര്യങ്ങളും ഓരോ പ്രശ്നങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നു. അപ്പോൾ ഓരോ പ്രശ്നങ്ങളും നമ്മളെ ഞെരുക്കുമ്പോൾ വാസ്തവത്തിൽ നമുക്ക് വലിയ പ്രയാസം ഉണ്ടാകാറുണ്ട്. എന്നാൽ അതിന്റെ രഹസ്യം നമ്മൾ മനസ്സിലാക്കണം. ഈച്ച് സർക്കംസ്റ്റൻസസ് ഇൻ അവർ ലൈഫ്, നമ്മുടെ ജീവിതത്തിലെ ഓരോ സാഹചര്യങ്ങളിലും ഗോഡ് ഈസ് ആക്ച്വലി ട്രാൻസ്ഫോമിംഗ് അവർ ക്യാരക്ടർ ഇൻ ടു ദ ഇമേജ് ഓഫ് ഹിസ് സൺ. തന്റെ പുത്രന്റെ സ്വരൂപത്തോടെ നമ്മെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന പ്രവൃത്തിയാണ് നമ്മുടെ ജീവിതത്തിൽ വന്നു ഭവിക്കുന്ന ഓരോ കഷ്ടതകളും ജീവിത സാഹചര്യങ്ങളും. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അപ്പം നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന എല്ലാ പ്രശ്നങ്ങളും ഒരു പക്ഷെങ്കിലും വലുതായിരിക്കുകയില്ല. വലുതും ചെറുതുമായ നിരവധി പ്രശ്നങ്ങളുടെ നിരന്തരമായിരുന്ന പതനമാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ഇപ്പോൾ വാസ്തവത്തില് ഇങ്ങനെ അനേക കഷ്ടങ്ങൾ കൂടി നാം ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നാണ് പൗലോസ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ വിളിച്ചു പറഞ്ഞത്. ദൈവം ചെയ്യുന്നു, നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ തന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ സ്വഭാവത്തോടെ നാം അനുരൂപരായി രൂപാന്തരപ്പെടേണ്ടതിന് ദൈവം നമ്മുടെ ജീവിതത്തിൽ സാഹചര്യങ്ങളെ ഉപയോഗിക്കുന്നു. 2, God uses circumstances and problems to draw you closer to himself. അതായത് ദൈവം ജീവിതത്തിന്റെ സാഹചര്യങ്ങളെയും പ്രയാസങ്ങളെയും പ്രശ്നങ്ങളെയും കഷ്ടതകളെയും ദൈവത്തിങ്കിലേക്ക് നമ്മെ അടുപ്പിക്കുന്നതിന് മുഖാന്തരമാക്കി ഉപയോഗിക്കുന്നു. അതാണ് രണ്ടാമത്തെ പോയിന്റ്. ഒന്ന്, ദൈവ സ്വഭാവത്തിന് അനുരൂപരായി നമ്മെ രൂപാന്തരപ്പെടുത്തുവാൻ ഈ സാഹചര്യങ്ങളെ ദൈവം ഉപയോഗിക്കുന്നു. 2, ദൈവത്തിങ്കിലേക്ക് നമ്മെ കൂടുതൽ അടുപ്പിച്ചു കൊണ്ടുവരുവാൻ വേണ്ടി ഈ ജീവിത സാഹചര്യങ്ങളെ ദൈവം ഉപയോഗിക്കുന്നു. അപ്പം ദൈവം ഈ ഹൃദയം തുടങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു എന്നാണ് സംഖ്യയിൽ വായിക്കുന്നത്. അപ്പൊ ഹൃദയം നുറങ്ങിയവർക്ക് സമീപസ്ഥനായി കർത്താവ് കൂടെയുണ്ട്. അപ്പൊ അവങ്കിലേക്ക് നാം കൂടുതൽ ആകർഷകരായി തരുവാൻ ദൈവം നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നു. വാസ്തവത്തില് ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നത് എന്താണ്? ഇൻ ദ ഡാർക്ക് ഡേയ്സ് ഓഫ് ലൈഫിലാണ്, നമ്മുടെ ജീവിതത്തിന്റെ അന്ധകാരാവൃതമായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിലാണ് ദൈവത്തെ കൂടുതൽ സ്നേഹത്തോടെ ആരാധിപ്പാൻ എനിക്ക് നിങ്ങൾക്കും പ്രചോദനം ഉണ്ടാകുന്നത്. വെൻ അവർ ഹാർട്ട് ഈസ് ബ്രോക്കൺ, ഫീൽ അബാൻഡൻഡ് ഔട്ട് ഓഫ് ഓപ്ഷൻസ്,
വെൻ അവർ പെയിൻ ഈസ് ഗ്രേറ്റ്, അതായത് നമ്മുടെ ജീവിതങ്ങൾ കൈവിടപ്പെട്ടു പോയി എന്ന് തോന്നുമ്പോൾ, നാം വലിയ ഇരുട്ടിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നു എന്ന് തോന്നുമ്പോൾ, ഏകാന്തതയും നിരാശയും നമ്മുടെ ജീവിതത്തിൽ തളം കെട്ടുമ്പോൾ, നാം ഏകരായി തീർന്നിരിക്കുന്നു എന്ന് നാം ചിന്തിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? വി ടേൺ ടു ഗോഡ്. നമ്മൾ ദൈവത്തിലേക്ക് തിരിയുന്നു. നമ്മൾ വാസ്തവത്തില് ദൈവത്തെ ആരാധിക്കേണ്ടതുപോലെ ആരാധിക്കുന്നത്, ദൈവത്തെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കുന്നത്, ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയുന്നത്, ദൈവത്തോട് അടുക്കേണ്ടതുപോലെ അടുക്കുന്നത് നമ്മുടെ ജീവിതത്തിന്റെ അനുകൂല നാളുകളിലല്ല. വെൻ എവറിങ് ഈസ് ഗോയിങ് സ്മൂത്ത് എന്ന് പറഞ്ഞാൽ എല്ലാം ഭംഗിയായി പോയിക്കൊണ്ടിരിക്കുമ്പോൾ വാസ്തവത്തിൽ നമുക്ക് ഇതെല്ലാം പേരിന് വേണ്ടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. എന്നാൽ സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമല്ലാതെ വരുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയുകയും നാം ദൈവത്തോട് അടുക്കേണ്ടതുപോലെ അടുക്കുകയും അവനെ നാം മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കുകയും ചെയ്യുന്നു. ദൈവം വാസ്തവത്തില് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ പ്രശ്നങ്ങൾ കൂടിയും തന്റെ നാമത്തിന് മഹത്വം ഉണ്ടാക്കുകയാണ്. അത് പ്രത്യേകം മനസ്സിലാക്കണം. പ്രശ്നങ്ങൾ ഒരു മനുഷ്യനും ഇഷ്ടമല്ല. ഞാൻ തന്നെ ജീവിതത്തിൽ പലപ്പോഴും ഈ പ്രശ്നങ്ങളൊന്ന് ഒഴിഞ്ഞ് എങ്ങനെ ഒന്ന് സ്വസ്ഥമായിരിക്കാൻ കഴിയും എന്ന് പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമ്മൾ ഏത് പ്രശ്നത്തോട് കൂടുതൽ നമ്മൾ ഭയപ്പെടുന്നുവോ, ഏത് പ്രശ്നത്തോട് നമ്മൾ കൂടുതൽ മുഷിയുന്നുവോ, അതേ പ്രശ്നം തന്നെ അതിന്റെ ഹയർ ഡിഗ്രി ഓഫ് ഇന്റൻസിറ്റിയിൽ ദൈവം തന്നിട്ട് നമ്മളെ അതിൽ മെരുക്കമുള്ളവരാക്കി തീർക്കും. മനസ്സിലായോ? രോഗങ്ങളെയാണ് നമുക്ക് പ്രയാസമായിട്ടുള്ളെങ്കിൽ രോഗങ്ങൾ ദൈവം വർദ്ധിക്കാൻ അവസരം ഉണ്ടാക്കി തരും. മറ്റ് മാനുഷികമായ ഭയമാണ് നമുക്കുള്ളതെങ്കിൽ അത് നമ്മൾ വർദ്ധിച്ചു വരും. അപ്പം ഏതൊന്നിനോട് നമുക്ക് മുഷിപ്പ് തോന്നുന്നു അത് നമ്മുടെ ജീവിതത്തിൽ സമൃദ്ധിയായി തന്നിട്ട് അതിലൂടെ നമ്മെ എന്ത് ചെയ്യുക? മേലാൽ നമുക്ക് അതിനോട് മുഷിച്ചിൽ തോന്നാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സിനെ കരിപ്പിടിപ്പിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് ദൈവത്തിന്റെ പ്രവർത്തന പദ്ധതി. ദൈവത്തിന് വേണമെങ്കിൽ വേദപുസ്തകത്തിലെ കഥാപാത്രങ്ങളായി പറയപ്പെടുന്ന പല ആളുകളുടെയും ജീവിതത്തിലെ പ്രശ്നങ്ങളെ അവരുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാമായിരുന്നു. ഉദാഹരണം പറഞ്ഞാൽ യോസേഫ് മിസ്രൈമിൽ ചെന്ന ശേഷമാണ് അവൻ ജയിലിൽ പോയത്, കാരാഗ്രഹത്തിൽ പോയത്. അവൻ കാരാഗ്രഹത്തിൽ പോകാൻ അവനൊരു തെറ്റും ചെയ്തിട്ടില്ല. വാസ്തവത്തില് 17-ാമത്തെ വയസ്സിൽ മിസ്രൈമിലേക്ക് തിരോധനം ചെയ്യപ്പെട്ട യോസേഫ് 13 സംവത്സരങ്ങൾ തന്റെ ജീവിതം വല്ലാതെ ഞെരുങ്ങുകയും കഷ്ടപ്പെടുകയും ചെയ്യായിരുന്നു. ദൈവത്തിന് വേണമെങ്കിൽ അവനെ എന്ത് ചെയ്യാമായിരുന്നു? കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിക്കാമായിരുന്നു. കാരണം അവനെക്കുറിച്ച് പറയുമ്പോൾ യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ പോയെടുത്തൊക്കെയും കൃതാർത്ഥനായി എന്നാണ് യോസേഫിനെ കുറിച്ച് വായിക്കുന്നത്. അപ്പോൾ വാസ്തവത്തിൽ പ്രിയ ദൈവവേദലേ, ഞാൻ പറയട്ടെ, ഗോഡ് കുഡ് ഹാവ് ഡെലിവേർഡ് ജോസഫ് ഫ്രം ദി പ്രിസൺ. യോസേഫിനെ ഈ ജയിലിൽ നിന്ന് വേണമെങ്കിൽ ദൈവത്തിന് വിടുവിക്കാമായിരുന്നു. എന്നാൽ ദൈവം അങ്ങനെ വിടുവിച്ചില്ല. നാം വായിക്കുന്നത് യഹോവയുടെ ഇഷ്ടം അവനാൽ സാധിക്കുന്നത് വരെയും ദൈവം അവന്റെ കാലുകളെ ഇരുമ്പ് ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ചു എന്നാണ് വായിക്കുന്നത്. അപ്പൊ ദൈവത്തിന് അവനെക്കുറിച്ച് ചില ഇഷ്ടം സാധിക്കാനുണ്ടായിരുന്നു. അത് സാധിക്കുന്നത് വരെ ദൈവം അവനെ ഇരുമ്പ് ചങ്ങലകളാൽ ബന്ധിച്ചു എന്ന് വായിക്കുന്നു. ദാനിയേലിനെ വാസ്തവത്തിൽ ദൈവത്തിന് സിംഹങ്ങളുടെ ഗുഹയിൽ നിന്ന് വിടുവിക്കാമായിരുന്നു. രാജാവ് അവനെ പിടിച്ച് സിംഹത്തിന്റെ ഗുഹയിലോട്ട് കഴിഞ്ഞപ്പോൾ സർവശക്തനായ ദൈവത്തിന്, അതുമാത്രമല്ല ദൈവത്തിന്റെ പ്രവാചകനായ ഈ ദാനിയേലിന് തന്നെ എന്ത് ചെയ്യാമായിരുന്നു? ഉടൻ തന്നെ ഈ സിംഹത്തിന്റെ ഗുഹയിലേക്ക് വീഴുമ്പോൾ അവിടുന്ന് നേരെ എടുത്തു മാറ്റാമായിരുന്നു. എന്നാൽ ദൈവം അത് ചെയ്തില്ല. അതുപോലെ തന്നെ യിരെമ്യാവ് വാസ്തവത്തിലെ അവനെ പൊട്ടക്കണലിട്ട സമയത്ത് അവൻ അയ്യം വിളിച്ചുകൊണ്ട് ആ പൊട്ടക്കണലിലായിരുന്നു. ആ പൊട്ടക്കണലിലെ ചേറില്, വെള്ളമില്ലാത്ത ചേറിനകത്ത് അവനോ കിടന്നു. അതൊക്കെ വലിയ മുഷിച്ചിലുണ്ടാക്കുന്ന ജീവിതാനുഭവങ്ങളാണ്. സിംഹങ്ങളുടെ ഗുഹയിലേക്ക് ദാനിയേൽ എറിഞ്ഞതും ഈ യൗവനക്കാരനാകിയ യോസേഫിനെ കാരാഗ്രഹത്തിലേക്ക് അയച്ചതും യിരെമ്യാ പ്രവാചകനെ വെള്ളമില്ലാത്ത പൊട്ടക്കണലിലേക്ക് വലിച്ച് എറിഞ്ഞതും, അതുപോലെ തന്നെ പൗലോസ് അപ്പോസ്തലനെ ഈ കപ്പൽ ചേത്തിൽ അകപ്പെട്ടതും എല്ലാം വാസ്തവത്തില് വലിയ പ്രയാസങ്ങളാണ്. മനുഷ്യ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് സഹിക്കാൻ കഴിയാത്ത നിലയിലുള്ള വൻ പ്രയാസങ്ങളാണ്, വൻ ഭാരങ്ങൾ, പ്രയാസങ്ങൾ നേരിടുകയാണ്. നോക്കണം, അവിടെയുള്ള അതുപോലെ തന്നെ നമ്മൾ വായിക്കുന്നു 3 എബ്രായ ബാലന്മാരെ 3 എബ്രായ ബാലന്മാരെ ഈ ബാബേൽ രാജാവ് തീച്ചൂള 7 മടങ്ങ് അത് ഹാർഡാക്കിയിട്ട് അതിലേക്ക് വലിച്ചെറിഞ്ഞതായി നമ്മൾ വായിക്കുന്നുണ്ട്. അവരുടെ ദൈവഭക്തിയും വിശ്വാസവുമാണ് അവരതിലേക്ക് വലിച്ചെറിയപ്പെടാൻ കാരണമായി തീർന്നത്. കാരണം ഞങ്ങളുടെ ദൈവത്തിന് ഈ തീയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ കഴിയും, ഇനി അങ്ങനെ ചെയ്തില്ല എങ്കിലും ഞങ്ങൾ രാജാവ് നിർത്തിയ ബിംബത്തെ നമസ്കരിക്കുകയില്ല എന്ന് ദൃഢതീരുമാനം ചെയ്തവരാവര്. ഇവിടെ വായിക്കുന്നു എങ്കിലും നമ്മൾ വായിക്കുന്നത് അവരെന്ത് ചെയ്തു? അവര് ആ പ്രശ്നങ്ങളിൽ നിന്ന് ഉടനടി വിടുവിക്കപ്പെടാൻ ദൈവം അവസരം ഉണ്ടായില്ല. അപ്പൊ അതിലേക്ക് വീഴാതിരിപ്പാൻ ദൈവം അവരെ തടഞ്ഞില്ല. ദാനിയേലിനെ ഗുഹയിലേക്ക് പോകാതിരിപ്പാൻ ദൈവം അനുവദിച്ചില്ല, തടഞ്ഞില്ല. അതുപോലെ തന്നെ യോസേഫിനെ കാരാഗ്രഹത്തിലേക്ക് പോകുന്ന യാത്രയിൽ നിന്ന് ദൈവം തടഞ്ഞില്ല. യിരെമ്യാവിനെ പൊട്ടക്കണ്ടലിടുന്ന പ്രവൃത്തിയിൽ ദൈവം തടഞ്ഞില്ല. അതുപോലെ പൗലോസിന്റെ
ആ കപ്പൽ യാത്രയിൽ കപ്പൽ ഛേദത്തിൽ അകപ്പെടാതെ സൂക്ഷിക്കാൻ ദൈവം തയ്യാറായില്ല. എന്നാൽ നാം അതുപോലെ തന്നെ ഈ ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എന്നീ 3 എബ്രായ ബാലന്മാരെ തീച്ചുളിയിലേക്ക് വലിച്ചെറിയാതെ ആ സംഭവം പ്രശ്നം നടക്കാതിരിക്കാൻ ദൈവം തടസ്സപ്പെടുത്തിയില്ല. ഇതെല്ലാം ദൈവം അനുവദിച്ചു. എന്തിനാണ് യോസേഫിനെ ദൈവം കാരാഗൃഹത്തിലേക്ക് അയച്ചത് എന്ന് ചോദിച്ചാൽ, മിസ്രയീമിനൊക്കെയും ശ്രേഷ്ഠനായ മന്ത്രിയാക്കി അവനെ രൂപാന്തരപ്പെടുത്തി എടുക്കുവാൻ വേണ്ടിയായിരുന്നു. എന്തിനായിരുന്നു ദാനിയേലിനെ ദൈവം സിംഹങ്ങളുടെ ഗുഹയിലേക്ക് അയച്ചത്? അത്യുന്നതനായ ദൈവത്തിന്റെ ദാസനായ ദാനിയേലെ എന്ന ഒരു ജാതീയ രാജാവ് ഇസ്രായേലിന്റെ ദൈവത്തെ സംബോധന ചെയ്യാൻ ഒരു മുഖാന്തരം ഉണ്ടാക്കുന്നതിനായിരുന്നു. എന്തിനാണ് ഇരമ്യാവിനെ ദൈവം പൊട്ടങ്ങളിലേക്ക് ഇട്ടത്, അല്ലെ ഇടാനായിട്ട് അനുവദിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവം തന്റെ അതരം മുഖാന്തരമായി അരുളി ചെയ്ത വചനം സ്ഥിരമായി വരുമെന്ന് അന്നത്തെ രാജാവിനെയും ജനത്തെയും ബോധ്യപ്പെടുത്താൻ വേണ്ടിയായിരുന്നു. എന്തിനാണ് പൗലോസിന്റെ കപ്പൽ ഛേദം ദൈവം അനുവദിച്ചത്? തന്നോടുകൂടെ യാത്ര ചെയ്യുന്ന 276 ആളുകളും അവർ മനസ്സിലാക്കണം, പൗലോസ് സേവിച്ചു നിൽക്കുന്ന ദൈവമാണ് സാക്ഷാൽ ദൈവമെന്ന്. എന്ന് മാത്രമല്ല, ജീവിതത്തിന്റെ പടക് അത് തിരമാലകൾ അലയടിച്ച് തകർന്നു പോയാലും ജീവനെ രക്ഷിക്കുവാൻ കഴിയുന്നവനാണ് താൻ വിശ്വസിക്കുന്നത് ദൈവം എന്ന് വിശ്വസിക്കുവാൻ അവന് സാധിക്കണമായിരുന്നു. മാത്രമല്ല, പിന്നീട് വായിക്കുന്നത്, എന്തുകൊണ്ടാണ് ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോവിനെയും ദൈവം ഈ തീച്ചുളയിൽ നിന്ന് ഉടനടി അങ്ങോട്ട് പോകാൻ അനുവദിച്ചത്? അവ പോകാതിരിക്കാൻ കൊണ്ട് തടയാഞ്ഞെന്താണ്? അവിടെയാണ് ഇസ്രായേലിലെ ദൈവത്തിന്റെ മഹത്വം എന്താണെന്ന് ജാതീയ രാജാവ് മനസ്സിലാക്കുവാൻ ഇടയായി തീർന്നത്. വാസ്തവത്തില് ഈ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഒന്നിനു പിറകെ ഒന്നായി നമ്മുടെ ജീവിത പടകിന് നേരെ ആഞ്ഞടിക്കുമ്പോൾ അവ ദൈവത്തെങ്കിലേക്ക് നോക്കാൻ നമ്മെ പ്രാപ്തിപ്പെടുന്നു. മൂന്നാമത്, പ്രശ്നങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും എതിർപ്പുകളും ശത്രുതയും പ്രയാസവും എന്ത് ചെയ്യുന്നു? നാം നമ്മെ തന്നെ ആശ്രയിക്കാതെ ദൈവത്തിൽ എല്ലാ കാലത്തും ആശ്രയിക്കുവാൻ ഇടയാകേണ്ടതിനായി ദൈവം അത് നമ്മെ അനുവദിക്കുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം അതിന്റെ 1-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം, ആ 9-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. പൗലോസ് പറയാണ്, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ആശ്രയിപ്പാൻ തക്കോണം ഞങ്ങൾ മരിക്കുമെന്ന് ഉള്ളിൽ നിർണയിക്കേണ്ടി വന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ കഷ്ടങ്ങളുടെയും ക്ലേശങ്ങളുടെയും നാളുകളിൽ നാം നമ്മിൽ ആശ്രയിക്കുകയല്ല, വൈദ്യന്മാരിൽ ആശ്രയിക്കുകയല്ല, അഡ്വാൻസ്ഡ് മെഡിക്കൽ ടെക്നോളജിയിൽ ആശ്രയിക്കുകയല്ല. അതൊക്കെ ചെയ്യണം, അതിൽ ആവശ്യമാണ്, മാനുഷികമായ ആവശ്യമാണ്. എന്നാൽ നമ്മുടെ ആശ്രയം എവിടെ ആയിരിക്കണം? ദൈവത്തിലായിരിക്കണം. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്നാണ് നമ്മൾ വായിക്കുന്നത്. വാസ്തവത്തില് നമ്മുടെ പ്രശ്നങ്ങളുടെ കാരണം എന്തുതന്നെയായിരുന്നാലും അത് വാസ്തവത്തില് ദൈവത്തിന്റെ അനുവാദത്തോട് മാത്രം ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. കാര്യം ദൈവം അനുവദിക്കാതെ, കർത്താവ് എന്താ പറഞ്ഞ്, നിങ്ങളുടെ തലയിലെ രോമങ്ങളും എണ്ണപ്പെട്ടിരിക്കുന്നു, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അറിയാതെ അവയിൽ ഒന്നുപോലും കൊഴിഞ്ഞു പോകുകയില്ല. നമ്മളാരും തലയിലെ രോമം എണ്ണാറില്ല. കോമ്പ് ചെയ്യുമ്പോൾ ഒരുപാട് മുടി കൊഴിഞ്ഞു പോകും. നൺ ഓഫ് us we will count it. നമ്മൾ ആരും അത് എണ്ണുകയില്ല. കർത്താവ് പറയാണ്, നിങ്ങളുടെ തലയിലെ ഹെയർസ്, തലമുടിയും എണ്ണപ്പെട്ടിരിക്കുകയാണ്. അത് സ്വർഗസ്ഥനായ ദൈവം അറിയാതെ ഒന്നുപോലും കൊഴിഞ്ഞു പോകുകയില്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ വാസ്തവത്തില് ഒരു ദൈവവൈദ്യന്റെ ജീവിതത്തിൽ വന്നു ഭവിക്കുന്ന ഏത് കാര്യങ്ങളും, അത് അനുകൂലമാകട്ടെ പ്രതികൂലമാകട്ടെ, രോഗമാകട്ടെ ദുഃഖമാകട്ടെ, സങ്കടമാകട്ടെ തിരോധനമാകട്ടെ, ഒറ്റപ്പെടലാകട്ടെ ഏകാന്തതയാകട്ടെ, പിന്നെ തിരസ്കരണമാകട്ടെ സ്വീകരണമാകട്ടെ, എല്ലാം സ്വർഗസ്ഥനായ പിതാവ് അനുവദിച്ച് നൽകുന്ന സംഗതികളാണ്. എന്ന് മാത്രമല്ല, ദൈവമാണ് സകലത്തെയും നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന സംഭവ വികാസങ്ങളും ദൈവത്തിന്റെ പദ്ധതിയിൽ നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച് ദൈവം ഉദ്ദേശമുള്ളതാണ് എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ദിവസങ്ങളും, അതായത് വാസങ്ങളും നാം ജനിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവത്തിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു എന്നാണ് തിരുവഴുത്തിൽ വായിക്കുന്നത്. 139-ാം സങ്കീർത്തനം 16-ാം വാക്യം. അവിടെ വായിക്കുമ്പോൾ ആ ദൈവവചനത്തിൽ എഴുതി, അതായത് നിയമിക്കപ്പെട്ട നാളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. നാം ജനിക്കും മുമ്പേ, നാം ലോകത്തിലേക്ക് പ്രവേശിക്കും മുമ്പ് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ദിവസത്തെയും സംബന്ധിച്ചുള്ള വിഷയങ്ങൾ ദൈവത്തിന്റെ പുസ്തകത്തിന്റെ താളുകളിൽ അതിനു മുമ്പ് തന്നെ ദൈവം എഴുതി വെച്ചിരിക്കുന്നു. എവറിതിങ് ഹാപ്പൻ ടു യുവർ ലൈഫ് ഹാവ് സ്പിരിച്വൽ സിഗ്നിഫിക്കൻസ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോന്നിന്റെയും പിന്നിൽ ആത്മീയമായ ഒരർത്ഥമുണ്ട്. റോമർ 8:22 വായിക്കുന്നു, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടു തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. സകലം എന്ന് പറഞ്ഞാൽ സകലവും, അത് നന്മയും തിന്മയും എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കപ്പെടുന്നു. പ്രിയ സ്നേഹിതരെ, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രോഗത്തിന്റെ അടിമയായി പറ്റിയിരുന്നോ? അതും ദൈവത്തിന്റെ ഇഷ്ടത്തിൽപ്പെട്ടതാണ്. നിങ്ങൾ ആരോഗ്യമുള്ളവനായി കഴിയുന്നോ? അതും ദൈവത്തിന്റെ ഇഷ്ടത്തിൽപ്പെട്ടതാണ്. ഉയർന്ന തസ്തികയിൽ നിങ്ങൾക്ക് ജോലി ലഭിച്ചോ? അതും ദൈവത്തിന്റെ ഇഷ്ടത്തിൽപ്പെട്ടതാണ്.
നിന്റെ ജോലി പൊടുന്നനവേ ഒരു ദിവസം പെട്ടെന്ന് അങ്ങില്ലാതെ പോയോ? അതും ദൈവത്തിന്റെ ഇഷ്ടത്തിൽപ്പെട്ടതാണ്. നീ പ്രതീക്ഷിച്ച പല കാര്യങ്ങളും ജീവിതത്തിൽ നേടാൻ കഴിയാതെ പോയോ? നിരാശയും സങ്കടവും നിന്നെ ഉഴുതുമറിക്കുന്നുണ്ടോ? അതും ദൈവത്തിന്റെ ഹിതമായിരുന്നു, നിന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം. അത് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അപ്പോൾ വാസ്തവത്തിൽ ദൈവം സാഹചര്യങ്ങളെയും കഷ്ടതകളെയും എന്ത് ചെയ്യുന്നു? തന്റെ പുത്രന്റെ സ്വഭാവത്തോട് നമ്മെ അനുരൂപരാക്കി തീർക്കുവാൻ നമ്മിൽ അനുവദിക്കുന്നു. 2, ജീവിത സാഹചര്യങ്ങളെയും പ്രശ്നങ്ങളെയും നാം വാസ്തവത്തിൽ ദൈവത്തോട് ഏറ്റവും അടുത്ത് അവനെ മാത്രം ആശ്രയിക്കുന്നതിനായി ദൈവം മുഖാന്തരമാക്കി തീർക്കുന്നു. 3, പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും കഷ്ടതകളും നാം നമ്മിൽ തന്നെയല്ല, നമ്മെ സഹായിക്കുന്ന നമ്മെ രക്ഷിക്കുന്ന ദൈവത്തിൽ സമ്പൂർണ്ണമായി ആശ്രയിക്കേണ്ടതിന് ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നു. റോമർ 8:28 പൗലോസ് പറഞ്ഞ വാക്കുകൾ നമ്മുടെ ഓരോരുത്തരുടെയും അനുഭവമാകട്ടെ. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർ തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. പ്രിയമുള്ളവരെ, ജീവിത സാഹചര്യങ്ങൾ എന്ത് തന്നെയായിരുന്നാലും സാഹചര്യങ്ങൾക്ക് അതീതനായി ജീവിക്കുന്ന ഒരു നല്ല ദൈവം നമുക്കുള്ളതുകൊണ്ട് നാം എപ്പോഴും നമ്മുടെ ജീവിത സാഹചര്യങ്ങൾക്ക് മീതെ ജയാളികളായി ജീവിക്കുവാൻ ജീവിത സാഹചര്യങ്ങളെ ദൈവം നമുക്ക് മുഖാന്തരമാക്കി തീർക്കുന്ന ഓർത്ത് നമുക്ക് ദൈവസ്ഥലം ധൈര്യപ്പെടുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യാം. ദൈവനാമം എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ.